പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ ജീവിതാനുഭവത്തിൽ മനുഷ്യർ സ്നേഹിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ചിലർ വഴക്ക് പിടിച്ച് സ്നേഹിക്കും, ചിലർ കടിച്ചു കീറി സ്നേഹിക്കും, ചിലർ അകന്നു നിന്ന് സ്നേഹിക്കും, ചിലർ പരാതി പറഞ്ഞ് സ്നേഹിക്കും, ചിലർ വഴക്ക് പിടിക്കുന്ന എന്തിനാ? ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക് പിടിക്കുന്ന എന്തിനാ? പിരിഞ്ഞു പോകാനാണോ? ഒന്നുമല്ല. കുറച്ചും കൂടെ ഞാൻ വിചാരിച്ച പോലെ എന്നോടൊരു ഇഷ്ടം ഇയാൾക്കും ഇല്ല, എനിക്ക് ഇച്ചിരി കൂടെ സമയം വേണം. രാത്രി 10 മണിക്ക് ഭർത്താവ് പരീക്ഷണനായിട്ട് വന്ന് കയറുമ്പോൾ ഭാര്യ വഴക്ക. ഈ നേരത്താണോ വന്ന് കയറുന്നത്? ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയുന്നത് ഇയാൾ പുറത്ത് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, നാളെ ഇച്ചിരി നേരത്തെ വരണം, അതിനു വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ എല്ലാ രസമായിരിക്കും നമ്മുടെ കുടുംബജീവിതം, അല്ലേ? ഇന്ന് വൈകുന്നേരവും അടുത്ത ആഴ്ചയൊക്കെ നിങ്ങൾ വീട്ടിൽ കിടന്ന് ആരെങ്കിലും വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ പറയണം, എനിക്ക് മനസ്സിലായി, എന്നതാ ഇച്ചിരിയും കൂടെ സ്നേഹം വേണം, അതല്ലേ ഉള്ളൂ, സാരമില്ല, കുഴപ്പമില്ല എന്നങ്ങ് മനസ്സിലായി എന്ന് ഉള്ളിൽ പറഞ്ഞാൽ എന്തൊരു കോമഡി ആയിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുടുംബജീവിതം, എന്തൊരു രസമായിരിക്കും. പലപ്പോഴും ഈ പരാതികൾക്കും പരിഭവങ്ങൾക്കും അതേ നാണയത്തിൽ തന്നെ മറുപടിയും പറഞ്ഞ് നമ്മൾ ആ കുടുംബാന്തരീക്ഷത്തെ അങ്ങ് കലുഷിതമാക്കുകയല്ലേ ചെയ്യുന്നത്. എത്രയോ രസകരമാണ് നമ്മുടെ കുടുംബം, എത്രയോ നന്മ നിറഞ്ഞതാണ് നമ്മുടെ കുടുംബം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വ്യക്തികളൊക്കെ എത്ര നല്ല മനുഷ്യരാണ്. അവരെ ഒന്ന് തിരിച്ചറിഞ്ഞ് അവരോട് കരുണ കാണിച്ച് അവരുടെ സ്വഭാവ രീതികളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിലേക്ക് നന്മ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ സ്നേഹത്തിന്റെ തലം, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരും ഒക്കെ നമുക്കുണ്ട്. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, സുഖകരമായിട്ട് വർത്തമാനം പറയാൻ അറിയാവുന്നവർ മാത്രമല്ല സ്നേഹിക്കുന്നത്, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കാണ് നിങ്ങളോട് ഏറ്റവും വലിയ സ്നേഹം. ആ രീതിയിൽ നോക്കിയാൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കാണ് ഏറ്റവും വലിയ സ്നേഹം നിങ്ങളോട്. നന്നായിട്ട് പെരുമാറാനൊന്നും അറിയത്തില്ലായിരിക്കും കേട്ടോ, ചിലപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ അടിക്കുമായിരിക്കും. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിതത്തെ നോക്കി കാണാനായിട്ട് പറ്റണം. അല്ലേ നമ്മൾ ഈ സുഖം തേടി പോകും, സുഖം തേടി അവിടെ എവിടെയെല്ലാം പോകും. ഇപ്പോ രാത്രി 10:30 കഴിയുമ്പോ ഈ ഫോൺ വിളിയൊക്കെ എന്നാ, ആ ഫോണിന്റെ പിടുത്തം കണ്ടാൽ തന്നെ അറിയാതെ കുഴപ്പം പിടിച്ച ഫോൺ വിളിയാണ്. ചില ഫോൺ വിളികളും പിന്നെ കാരണം രസമുള്ള വർത്താനമായി വരുന്നതേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ മിസ്ഡ് കോളും അതിന്റെ മറുപടിയൊക്കെ പറയും. ചെറുപ്പക്കാർ പിള്ളേരൊക്കെ, ഇവിടെ പിന്നെ അധികം ചെറുപ്പക്കാരല്ല, കണ്ടാൽ എല്ലാവരും ചെറുപ്പക്കാരെ പോലെ ആയിരിക്കുന്നതെങ്കിലും യുവാക്കളും ഒക്കെ കുറവാണ് ഇവിടെ. കുഴപ്പമില്ല, ചായന്മാർക്കൊക്കെ പിന്നെ വാട്സപ്പൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പൊ എല്ലാവരും എടുക്കരാ അതിനകത്തൊക്കെ, അല്ലേ? അപ്പോ നമ്മൾ ഈ ആകാശത്തിലൂടെയുള്ള ബന്ധങ്ങളെല്ലാം തേടി പോകുന്നതൊക്കെ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും നമ്മൾ ഓർക്കും, സുഖകരമായി എപ്പോഴും എൻ്റെ കൂടെയുള്ള ഒരാൾ, എപ്പോഴും അയ്യോ എപ്പോൾ വന്നാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സംസാരിക്കാവുന്ന, എപ്പോഴും നമുക്ക് നല്ല നല്ല ഉപദേശങ്ങൾ തരുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഇതൊന്നും അറിയത്തുമില്ല, ഈ സ്മൈലൊക്കത്തെ ചേട്ടൻ ഇതിനകത്ത് നല്ല ഡോക്ടറേറ്റ് ഉള്ള ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം പോയി ആവശ്യമില്ലാത്ത ബന്ധങ്ങളും കുന്തങ്ങളും കുഴപ്പങ്ങളും എല്ലാമായി അവസാനം കുടുംബജീവിതങ്ങളെല്ലാം അന്തരീക്ഷമെല്ലാം അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കിട്ടാത്ത സ്നേഹം തേടി പോകുന്നതല്ല കേട്ടോ, കിട്ടുന്ന സ്നേഹം ഒരു ഇത്തിരിയേ ഉള്ളെങ്കിലും തിരിച്ചറിയുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നന്മയെന്ന് നമ്മൾ ബോധ്യപ്പെടണം. അതൊരു വലിയ മാനസാന്തരമാണ്, കാഴ്ചപ്പാടുകൾ മാറുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആസക്തികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിലും ഈ സുഖത്തിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹം.
ഈ മദ്യമൊക്കെ ഇപ്പൊ മദ്യത്തിനെതിരെയൊക്കെ പറയുന്നത് മണ്ടത്തരാട്ടോ. അച്ഛന് കാര്യം അറിയാൻ വേണ്ടെന്നാണ് മദ്യത്തിനെതിരെയൊക്കെ സംസാരിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ അച്ചായന്മാര് മദ്യത്തിന് അഡിക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു കണ്ടുപിടുത്തം, അവർ ഈ മദ്യപിക്കാൻ പോകുന്നതല്ല, അവർ കൂട്ടുകെട്ടിന് പോകുന്നതാണ്. മദ്യപർക്കാണ് ഏറ്റവും നല്ല കൂട്ടുകെട്ട് കിട്ടുന്നത്. അയ്യോ, ചങ്ക് പറിച്ചു കൊടുത്ത് മദ്യപര് സ്നേഹിച്ചു കളയും. ഒരാൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റി മദ്യപാനം നിർത്തിയാലുണ്ടല്ലോ, എന്ത് വില കൊടുത്തും അവര് തിരികെ ആ കൂട്ടത്തിലേക്ക് നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ അവര് കൊണ്ടുവരും. അവരതിനു വേണ്ടി ഇഷ്ടംപോലെ കാശൊക്കെ മുടക്കും, ചുമ്മാ മേടിച്ചു കൊടുക്കും. നീ പോടാ, അങ്ങനെ അത് വല്ലാത്തൊരു കൂട്ടുകെട്ട. അതാണ് നമ്മുടെയൊക്കെ വീടുകളിൽ സൗഹൃദങ്ങൾ കുറയുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ സുഖം അന്വേഷിച്ച് നമ്മുടെ ആണുങ്ങളൊക്കെ പുറത്തു പോവുക. അതാണ് ഈ മദ്യപാനത്തിന്റെയൊക്കെ പിന്നെ. ജീവിതം ഒരു ലഹരിയായിട്ടൊന്നും മാറുന്നില്ല. കുടുംബത്തിലൊരു സൗഹൃദം ഇല്ല. അപ്പനും അമ്മയും മക്കളും എല്ലാരും കൂടെ വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയുന്ന എത്ര വീടുകളുണ്ട്. ഞാൻ പണ്ട് ഒരു ഹൈന്ദവ സഹോദരി, ഞാൻ പണ്ട് ജോലി ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവര് അവിടെ ജോലിക്കായിട്ട് അവര് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മരുമോളുണ്ട്. അപ്പൊ ഞാനും മരുമോളും കൂടെ എല്ലാ ദിവസവും ഇരുന്ന് ചീട്ട് കളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായ അമ്മച്ചി. ഈ അമ്മച്ചിയും മരുമോളും കൂടെ രാവിലെ കെട്ടിയോനും അവരുടെ രണ്ടുപേരുടെയും കെട്ടിയോന്മാര് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഇരുന്ന് ചീട്ട് കളിക്കും. അത്ര വീട്ടുകാർ ഒരുമിച്ചിരുന്ന് വിനോദങ്ങൾ പങ്കിടുന്ന എത്ര കുടുംബങ്ങൾ നമുക്കുണ്ട്. നമുക്കിതൊന്നുമില്ല. നമ്മുടെ ചുമ്മാ മുട്ടന്ന് വലിച്ചു കീറി പ്രാർത്ഥനയൊക്കെ ഉണ്ട്. എന്നത് അത് കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥിക്കാത്തവരെ എല്ലാം കുറ്റം പറച്ചിലുമുണ്ട്, കൂടത്തിൽ കൂടാത്തവരെ. പക്ഷെ ഒരുമിച്ച് കൂടി ഒന്ന് പുഞ്ചിരിക്കാനും ഒന്ന് വർത്തമാനം പറയാനും ഒന്ന് കൂടെ കുറച്ചൊന്ന് നേരം നടക്കാനും. നമ്മുടെ ഇവിടെ ഭാര്യയും ഭർത്താവും നടക്കുന്നത് എങ്ങനെയാണെന്നറിയാവും? കെട്ടിയവൻ ഫ്രണ്ടിൽ, ഭാര്യ അകലെയായി അനുഗമിക്കുക. ഇതാണ് നമ്മള് ഒരുമിച്ച് നടക്കത്ത് പോലും ഇല്ല. അതാണ് നമ്മുടെ ഒരു. അപ്പൊ നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്നേഹത്തിന്റെ അനുഭവം, കുടുംബ ജീവിതത്തിലൊക്കെ സൗഹൃദങ്ങൾ കുറയുക. സൗഹൃദങ്ങൾ വേണം. മക്കളും മാതാപിതാക്കളും ഒക്കെ തമ്മിൽ നല്ല സൗഹൃദങ്ങൾ വേണം. കുടുംബജീവിതം ആസ്വദിക്കണം നമ്മുടെ മക്കൾ. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ കോളേജിൽ MBA പഠിക്കുന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി, പാട്ടുപാടും നൃത്തം ചെയ്യും. അവളെ കുറിച്ച് അവളുടെ അമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കും. അച്ഛാ, വെള്ളിയാഴ്ച വൈകുന്നേരം ഒന്നും ഒരു സമയമുണ്ടെങ്കിൽ, ശനിയും ഞായറും അവധിയാണെങ്കിൽ ഞങ്ങളുടെ പെങ്കൊച്ച് ബാഗ് എടുത്ത് വീട്ടിൽ വരും. അവൾക്ക് കോളേജും എടുത്തിട്ടല്ല, കോളേജ് അവളെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അവളവിടെ യൂണിയൻ ചെയർമാനാണ്, അവളവിടെ കലാതിലകമാണ്, പാട്ട്, ഡാൻസ്, ബഹളം എല്ലാം ഉണ്ട്. പക്ഷേ അവൾക്ക് വീട് ഒരു ലഹരിയാണ്. അപ്പൻ്റെ കൂടെ ശനിയാഴ്ച രാവിലെ ആകുമ്പോൾ അപ്പൻ്റെ കൂടെ അവള് കൃഷിക്ക് നനയ്ക്കാനായിട്ട് പോകും. അനിയനെ പിടിച്ചിരുത്തി ഇച്ചിരി പഠിപ്പിക്കും. അമ്മയുടെ കൂടെ ഇച്ചിരി നേരം കുക്കിങ്ങിന് കൂടും. അവള് കുടുംബം ആസ്വദിക്കുകയാണ്. അങ്ങനെയുള്ള പിള്ളേര് നിങ്ങൾ ഏത് അന്റാർട്ടിക്ക വിട്ടാലും വഴിതെറ്റി പോകത്തില്ല. കുടുംബം ആസ്വദിക്കുന്ന മക്കളുണ്ട്. നമുക്ക് എത്ര പേർക്കുണ്ട്? നിങ്ങൾ ഓർക്കും, ഞങ്ങളുടെ പിള്ളേരെല്ലാം വളർന്നു പോയി പിതാവേ, ഇനിയിപ്പോ അത് നടക്കുമോ? നടക്കും. ഇന്ന് തുടങ്ങിയാൽ മതി. നമ്മുടെ കുടുംബം ഒരാഘോഷമാക്കി മാറ്റിക്കഴിഞ്ഞാൽ മദ്യപാനം, ഈ സുഖം തേടിയുള്ള പുറമേക്കുള്ള യാത്രകളൊക്കെ അവസാനിക്കും. ഭാര്യ ഭർത്താക്കന്മാരിരുന്ന് വർത്തമാനം പറയണം, സ്നേഹിക്കണം. നിങ്ങളുടെ സ്നേഹമൊക്കെ കണ്ട് മക്കൾ വളരണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെറുപ്പക്കാരും മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കറിയാം, അവർ രണ്ടുപേരും കൂടെ, ഭാര്യയും ഭർത്താവും കൂടെ കട്ടിലിൽ കിടക്കുക എന്ന് വിചാരിക്കുക. അവർ ഇച്ചിരി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കട്ടിലേ കിടക്കുക. അങ്ങനെയൊന്നും ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു, വല്ലപ്പോഴും. കഥകൊന്ന് തുറന്നു കിടക്കുക ഒരല്പം. നിങ്ങളുടെ കൊച്ചത് കണ്ടാൽ അവളോ അവനോ ഓടി വന്നിട്ട് നിങ്ങളുടെ നടുക്ക് കയറി കിടക്കും. നിങ്ങൾ പറയും ഉഴപ്പി. അവരുഴപ്പാൻ വന്നതല്ല, അവർക്കത് കൊതിയ. അപ്പനും അമ്മയും കൂടെ വർത്തമാനം പറയുന്നത്, സ്നേഹം പങ്കുവയ്ക്കുന്നത് കേൾക്കാൻ കൊതിയുള്ള മക്കളാണ് കൊച്ചു കുഞ്ഞുങ്ങൾ. മക്കൾക്ക് എന്നാ സന്തോഷമാണെന്നറിയോ? മാതാപിതാക്കള് തമ്മിൽ തമാശ പറയുന്നത് കേൾക്കാൻ, മാതാപിതാക്കള് തമ്മിൽ സ്നേഹവർത്തമാനങ്ങൾ പറയുന്നത് കേൾക്കാൻ. വല്ലോ നടപ്പുണ്ടോ? ഇതിനകത്ത് ചിലരൊക്കെ പറയുന്നു, അടുത്ത ജന്മത്ത് നടക്കുമായിരിക്കും പിതാവേ. ഈ ജന്മത്ത് കിട്ടിയയാള് ബുദ്ധിജീവിയാ. ഈ പറഞ്ഞതുപോലെ തമാശ ആസ്വദിക്കുന്നയാളല്ല. എങ്കിലും ഒരു സ്നേഹത്തിന്റെ സമ്പർക്കം തീർച്ചയായിട്ടും നമുക്ക് സാധ്യമാണ്. നമ്മള് ഓർക്കണം, എന്തുകൊണ്ട് നമ്മുടെയൊക്കെ ആൾക്കാർ മദ്യപാനത്തിലൊക്കെ അടിപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ സാത്താന്റെ ഒന്നാമത്തെ പ്രലോഭനമാണ്. സുഖം തേടി പോവുക. കൂട്ടുകെട്ടിന്റെ ഒരു സുഖം. പണ്ട് കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം ഞങ്ങളുടെ ഒരു അധ്യാപകൻ ഞങ്ങൾക്ക് തന്ന ഉപദേശം ഞാൻ എപ്പോഴും ഓർക്കും. മക്കളെ, നിങ്ങൾ വെള്ളം അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ബാറിൽ പോകണം. ബാറിൽ പോയി ഓർഡർ ചെയ്ത് തന്നെ ഇരുന്ന് കുടിക്കണം. നിങ്ങൾ പിന്നെ ജന്മത്ത് ബാറിലും കയറത്തില്ല, കുടിക്കാനും പോകത്തില്ല. കാരണം നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കൂട്ടുകൂടി ഒരിക്കലും മദ്യപിക്കാൻ പോകരുത്. നിങ്ങൾ എന്നും മദ്യപിക്കും. മദ്യമല്ല പ്രശ്നം, കൂട്ടുകെട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സിഗരറ്റെ തൊട്ടേക്കല്ലേ, അത് നിങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. എന്ന് പറഞ്ഞാൽ സുഖം തേടിയുള്ള യാത്രകളാണ് പലപ്പോഴും നമ്മളെ ആസക്തി രോഗങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ വ്യക്തികളിൽ നിരാശയും ഏകാന്തതയും ഒക്കെ കൂടുമ്പോഴാണ് അവര് മദ്യപാനത്തിനൊക്കെ ആസക്തിപ്പെട്ട് അടിമപ്പെട്ട് പോകുക. അവിടെ സുഖം തേടുന്ന ഒരു മനസ്സാണ് നമുക്ക് കാണാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സുഖകരമായ ജീവിതം തേടി കേഴുന്ന ഒരുവൻ ചെന്നു പറ്റുന്ന മറ്റൊരു രീതിയാണ് അലസത, ഒരു ജോലിയും ചെയ്യാത്ത അവസ്ഥ. അങ്ങനെയുള്ളവരുടെ എണ്ണം ഇപ്പൊ കൂടി വരിക. ഒരു ജോലിയും ചെയ്യത്തില്ല. നമ്മുടെ ആമ്പിള്ളേർക്ക് നിങ്ങൾ അറിയാതെ അവരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണിത് കേട്ടോ, അലസത. മടിയൻ തേനീച്ചകൾ. ആണുങ്ങൾ പണി ചെയ്തില്ലെങ്കിൽ എണ്ണടുക്കും. അവര് ബാക്കിയുള്ളവർക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കും, അല്ലെ? ആണുങ്ങൾക്ക് എപ്പോഴും ജോലി കൊടുക്കണമെന്നാ പറയുന്നത്. ആണുങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ അവർ ബാക്കിയുള്ളവർക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോ ജോലി വേണം. ഞാൻ ഓർക്കുന്നു, കുറെ നാളുകൾക്ക് മുമ്പ് എനിക്ക് കൗൺസിലിംഗ് ഒക്കെ ആയിരുന്നു പരിപാടി. അപ്പോ ആലപ്പുഴയിലെ സെൻട്രലായിരിക്കുമ്പം ഒരു ചെറുപ്പക്കാരിയും കൂടെ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുത്ത് എൻ്റെ അടുത്ത് വന്നിരിക്കുക. ആരോ അവർ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു അച്ഛനുണ്ട് അവിടെ. അവർക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, കാരണം പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. അതുകൊണ്ട് ഈ പ്രശ്നം പറഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഓടിക്കും. നിന്നോട് ഞാൻ അന്നേരെ പറഞ്ഞല്ലേ അവനെ കെട്ടണ്ടെന്ന് പറഞ്ഞ് ഓടിക്കും. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നതാണ്. ഞാൻ നോക്കിയാൽ നല്ല മിടുക്കര് 2 ചെറുപ്പക്കാര്, കാണാനൊക്കെ നല്ല സ്മാർട്ട്. 2 പേരും ബിടെക്കുകാരാണ്. ബാംഗ്ലൂരിൽ അവൾക്ക് ജോലിയുണ്ട്, അവൻ ജോലി തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നാ പ്രശ്നം? ഉടനെ അവള് പറഞ്ഞു, വെച്ചാ ഒരു പ്രശ്നവും ഇല്ല. പിന്നെന്നാ? അതെ, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ കട്ടിലിൽ കിടന്ന് TV കാണുന്നു. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ അവൻ സോഫായെ കിടന്ന് TV കാണുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ അവൻ നിലത്ത് കിടന്ന് TV കാണുന്നു. അവനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്താവോ അച്ഛാ? അത്രയേ ഉള്ളൂ. നല്ല പയ്യനാന്നാ പറഞ്ഞത്. വേറെ സ്വഭാവ ദൂഷ്യമൊന്നുമില്ല, എങ്ങും പോകത്തില്ല, വീട്ടിൽ തന്നെ ഉണ്ട്, ഒരു ജോലിയും ചെയ്യത്തില്ല, അവിടെ ഇങ്ങനെ TV ഒക്കെ കണ്ട് സുഖമായിട്ടുള്ള ഒരു ജീവിതം. അപ്പൊ ഞാൻ ചോദിച്ചേടാ, ശരിയാണോ ഈ പറയുന്നത്? എൻ്റെ അച്ഛാ, അവള് എൻ്റെ മാനം കളയാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ അവളോട് സ്നേഹമായതുകൊണ്ട് ഞാനിങ്ങ് അവളുടെ കൂടെ കൂടിയതാണ്. അച്ഛാ, കാനഡയിൽ നിന്നൊരു കോള് വരുന്നു. അപ്പൊ എനിക്ക് തിരക്കേട്. അച്ഛാ, അത് കിട്ടിയാ എത്രയാ കിട്ടുന്നറിയോ? എത്രയാ കിട്ടുന്നത്? 2 ലക്ഷം രൂപ മാസം ശമ്പളം. അയ്യോ, കിട്ടുവോ? പിന്നെ എപ്പോ വേണേലും കോള് വരാം. ഫോണും കൊണ്ട് ഞാൻ നടക്കാം, എപ്പോ വേണേലും വരും. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞടി, നിന്റെ പ്രശ്നം തീർന്നല്ലോ, കാനഡയ്ക്ക് പോവില്ല. ഉടനെ അവൾ ഉണർത്തിച്ചു, അച്ഛാ കഴിഞ്ഞ 8 മാസമായി ഇതും പറഞ്ഞ് TV കാഴ്ചയാ. കഴിഞ്ഞ കല്യാണം കഴിച്ചിട്ട് 8 മാസമായാലും 8 മാസവും കാനഡ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഈ സുറിയാനി കത്തോലിക്ക ആമ്പിള്ളേർക്കുള്ള പുതിയൊരു അസുഖമാണ്. അവന് കിട്ടുവാണെങ്കിൽ 2 ലക്ഷം വേണം, അല്ലെങ്കിൽ അവൻ ഒരു പണിക്കും പോകത്തില്ല. അവൻ വീട്ടിൽ തന്നെയാണ്, മമ്മിയുടെ ചക്കരക്കുറ്റനായിട്ട് വീട്ടിൽ തന്നെയുണ്ട്. കുറെ മമ്മിമാരും ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കി കൊടുത്ത്, തുണി അലക്കി കൊടുത്ത്, എൻ്റെ മോൻ അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. അത് പോട്ടെ. മടിയന്മാർ ആമ്പിള്ളേരെ പടച്ചു വിടുന്ന കുറെ അമ്മമാരുണ്ട് കേട്ടോ, ഒരു ജോലിയും ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഇവളോട് ചോദിച്ചേടി, നീ ഇവനെ എന്നാ കണ്ടോണ്ടാ ഇവനെ പ്രേമിച്ചത്? ഇത്രയും മടിയനായ ഒരുത്തനെ പ്രേമിക്കുവോ? മണ്ടത്തിനല്ല കാണിക്കുക. നീ നിനക്ക് ബുദ്ധിയില്ല, നീ ബിടെക്കുകാരിയല്ല, നന്നായിട്ട് അവൾക്ക് ജോലിയുണ്ട്, അവള് ബാംഗ്ലൂർ വലിയ ശമ്പളത്തിന് ജോലി ചെയ്യാം. പറഞ്ഞ അവള് പറയാ, അച്ഛാ പഠിച്ച കാലത്ത് പ്രേമിച്ച കാലത്ത് ഇവനെ പോലെ അധ്വാനിയായ വേറൊരാളില്ലായിരുന്നു. അതെന്താ? ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ മതിലൊക്കെ അവൻ എത്ര പ്രാവശ്യം ചാടി കടന്നിട്ടുണ്ടെന്നറിയാമോ? ഇത്രയും അധ്വാനിയെ, ഇത് കഷ്ടപ്പെട്ട്. പിന്നെ അല്ല, ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിന് 5 നിലയുണ്ട്. അവൻ 5ാം നിലയിൽ കയറി ഐ ലവ് യു നീന എന്ന് എഴുതി വെച്ച് കളഞ്ഞു. അതൊക്കെ കണ്ടപ്പോ ഞാൻ ഓർത്തു,
ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ പ്രേമിക്കുന്ന ഈ ചേട്ടനെ കെട്ടിയാൽ എൻ്റെ ജീവിതം ശുഭകരമാകും എന്നോർത്ത് കെട്ടിയതാ. പക്ഷെ കല്യാണം നടന്നോടുകൂടി അവൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. അവനിനി ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് അവനവിടെ കിടക്കുക. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞടാ, നീ ആ കാനഡയ്ക്ക് പോകുന്നോടം വരെ അവളുടെ കൂടെ എങ്ങാനും പോയി ബാംഗ്ലൂര് തന്നെ ഒരു ജോലി ചെയ്തു. ഉടനെ അവൻ പറയും, അച്ഛാ അതെ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്താൽ എന്നാ കിട്ടും? ഞാൻ ചോദിച്ചു എന്നാ കിട്ടും? 40,000 രൂപ. ആർക്ക് വേണം? ഞാൻ പറഞ്ഞു എനിക്ക് വേണം, എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. നിനക്ക് വേണ്ടെങ്കിൽ നീ ജോലി ചെയ്തിട്ട് എനിക്ക് തന്നെ ഒന്നുമില്ലേലും. അതാണ് നമ്മള് അലസന്മാരുടെ എണ്ണം കൂടി വരിക കേട്ടോ. കുറെ അമ്മമാരും ഉണ്ട് ഈ മക്കളെ എല്ലാം ദുഷിപ്പിക്കാൻ. എന്നാ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള മോന് വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ അമ്മ തന്നെ മാരുതിക്കാരൊക്കെ ഡ്രൈവ് ചെയ്ത് ന്യൂജൻ മമ്മി മാരുതിക്കാരൊക്കെ പപ്പായ ഇതിനകത്തൊന്നും ഉൾപ്പെടുത്തത്തില്ല, തന്നെ വണ്ടിയൊക്കെ ഓടിച്ച് ചെന്ന് ഒരു പാക്കറ്റ് നിറയെ തുണി അലക്കി ടിപ്പാക്കി ചക്കരക്കുട്ടന് കൊടുത്തിട്ട് ചക്കരക്കുട്ടൻ കഴിഞ്ഞ ഒരാഴ്ചയായി അവിടെ നാറ്റിച്ചിട്ടിരിക്കുന്ന സർവ്വ തുണിയും പെറുക്കി എടുത്ത് ഇതിനകത്താക്കി വലിയ ആരാധനയോടെ കൊണ്ടുവന്ന് അലക്കി കഴുകി തേച്ച് കൊടുക്കുന്ന കുറെ അമ്മമാരിറങ്ങിയിട്ടുണ്ട്. ഈ ആമ്പിള്ളേർക്ക് ഒന്നും അറിയത്തില്ല, അവന് ജീവിക്കാൻ അറിയത്തില്ല, അവന് തുണി അലക്കാൻ അറിയത്തില്ല. അവനോട് നമ്മൾ മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അവൻ പലചരക്ക് കടയിൽ പോയി ചോദിക്കും. മരുന്ന് മേടിക്കാൻ പറഞ്ഞു പലചരക്ക് കടയിൽ ചെന്ന് ചോദിച്ചിട്ട് അവൻ തിരിച്ചു വരും. എന്നാ ഇല്ല, എടാ നീ എവിടെ പോയി ചോദിച്ചു? അത് ആ കടയിൽ, ഏതെങ്കിലും കടയിൽ പോയോ, മരുന്ന് കടയിൽ പോയി ചോദിക്കും. അതവൻ അറിയത്തില്ല. ഇങ്ങനെ കുറെ പാർട്ടികളെ നമ്മൾ രൂപീകരിച്ചു വിടുന്നു കേട്ടോ. മക്കളെല്ലാം ഇന്റർനാഷണൽ സ്കൂളിലെല്ലാം പഠിപ്പിച്ചു, വേറെ ഒന്നും അറിയത്തില്ല. ഞാൻ ഒരുത്തനോട് ചോദിച്ചടാ, ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ഇത്രയും കത്തോലിക്ക സ്കൂൾ ഉണ്ടായിട്ട് നീ എന്തിനാ ഏറെ എങ്ങാണ്ട് കേട്ട വലിയൊരു കമ്പനിക്കാർ നടത്തുന്ന ഒരു സ്കൂളിൽ കൊണ്ട കൊച്ചിനെ? അവൻ പറയാം അവിടെ കുതിരസവാരി പഠിപ്പിക്കുമെന്ന്. കുതിരപ്പുറത്ത് കയറിയിട്ട് എന്നെ എടുക്കാനാ നമ്മുടെ മക്കള്, നമ്മുടെ പിള്ളേർ ബസ്സേ കയറാനല്ലേ പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, അലസരുടെ ഒരു സമൂഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിയിരിക്കും. പണ്ട് പോട്ട ധ്യാന കേന്ദ്രം നമ്മുടെ വിൻസെന്റ് അച്ഛന്മാരുടെയാണ്. അവിടെ ഒരു ചേട്ടൻ ചെന്നെന്നാ പറഞ്ഞത്, എന്നാ ഞാനിവിടെ ശുശ്രൂഷകനായിട്ട് കൂടാൻ ആഗ്രഹിക്കുന്നു അച്ഛൻ. അപ്പൊ പോട്ടയുടെ ആരംഭകാലമാണ്. അച്ഛന് വലിയ സന്തോഷമായി. ഒരു നല്ല മിടുക്കൻ ഒരു മധ്യവയസ്കനായ ഒരു അച്ചായം വന്ന് ശുശ്രൂഷകനായിട്ട് വരും. അപ്പൊ ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാരും ഉണ്ട്. എന്നിട്ടോ പിള്ളേരൊക്കെ എത്രയാ? പിള്ളേര് 3-4 പേരുണ്ട്. അവര് എങ്ങനെ പെമ്മക്കളാ? എല്ലാരും പെമ്മക്കളാ. കല്യാണം ആരുടെയും കഴിഞ്ഞില്ല. ചേട്ടൻ എന്നെ എടുക്കാൻ പോകുന്നാ പറഞ്ഞ്, ഞാൻ ഇവിടെ ശുശ്രൂഷകനായിട്ട് കൂടിക്കോളാം. അച്ഛൻ പറഞ്ഞു, പോയി കുടുംബം നോക്കാൻ പറഞ്ഞു. മടിയന്മാർക്ക് പറ്റിയിട്ടുള്ള പടിയൊന്നും അല്ല ഇത്. ഇവിടെ ശുശ്രൂഷകനായിട്ട് കൂടിയേക്കാം. പെമ്മക്കളെ പിന്നെ ആര് കെട്ടിക്കും? അത് കർത്താവിന്റെ കർത്താവ് ഇയാളെയാ പറഞ്ഞു വിട്ടിരിക്കുന്നത്, പെമ്പിള്ളേരെ കെട്ടിക്കണം. അലസന്മാർക്കുള്ള സുവിശേഷമൊന്നും അല്ല കേട്ടോ നമ്മുടെ സുവിശേഷം. സുഖം തേടുന്ന മനസ്സ് അലസതയിൽ അഭിരമിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള ഈ സുഖേച്ഛയെ തകർക്കാൻ കർത്താവ് തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു ഉപകരണമാണ് പരിത്യാഗം. അത് അഭ്യസിക്കാനുള്ള വഴിയാണ് നോമ്പ്. പലരും ഇങ്ങനെ ഒരു വലിയ വാർത്ത കേട്ട പോലെ ഇരിക്കുന്നു, അടുത്ത ഞായറാഴ്ച നോമ്പ് തുടങ്ങും. അത് ശരി, നോമ്പ് കാലം ആവട്ടോ. നമ്മുടെയൊക്കെ കത്തോലിക്ക കുടുംബങ്ങളിൽ നോമ്പ് വളരെ കുറവാണ്. അമ്മമാർക്ക് നോമ്പില്ല. അതിനാ? എന്റെ ചക്കരക്കുട്ടന് ബീഫ് ഇല്ലാതെ ഇറങ്ങത്തില്ല. അവന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് ഒലത്തി കഴിയുമ്പോൾ ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കും. അതോടെ എൻ്റെ നോമ്പ് പോയി. പിന്നെ വീട്ടിലെ പപ്പായിക്ക് നോമ്പ് കാലം ഇല്ല. ധനഹാക്കാലം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് നേരിട്ട് ഉയർപ്പ് കാലമാണ്. അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഒരു കാലമില്ലെന്ന. കാലമില്ല, കാലമാണിത്. നമ്മുടെ കത്തോലിക്കന്റെ നോമ്പ് ഭയങ്കരമാണ്. കത്തോലിക്കൻ വലിയ ഉത്സാഹത്തോടെ ചില ചേട്ടന്മാര് നോമ്പ് തുടങ്ങും. എന്നിട്ടോ വലിയ സങ്കടമാണ് 3-4 ദിവസം കഴിയുമ്പോൾ. എന്നാ? അവിടെ തോട് വറ്റിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ? തോട് വറ്റിച്ചപ്പോൾ നല്ല വരാല് കിട്ടി. അതോടുകൂടി ചേട്ടൻ ഫ്ലാറ്റായി. വരാലേ ഇത്തവണ ഈ വരാലിനെ ഇനി അടുത്ത വർഷം തിന്നാൻ പറ്റുമോ? ഇല്ല, അതുകൊണ്ട് ഇത് കഴിക്കാം എന്ന് ഓർത്തു. അങ്ങനെ ഈ വർഷത്തെ നോമ്പ് പോയി. അത് കത്തോലിക്കിന്റെ ഒരു പ്രത്യേകത. കത്തോലിക്കിന് ഈ പരിത്യാഗം അഭ്യസിക്കാൻ വലിയ പാടാ. അവന് ആത്മനിയന്ത്രണമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അവന് എല്ലാ സുഖങ്ങളും വേണം,
എല്ലാം കാണണം, എല്ലാം കേൾക്കണം, എല്ലാം തിന്നണം, എല്ലാം ചെയ്യണം. ഇങ്ങനെയാണ് അവൻ ഒന്നിന്റെ മുമ്പിൽ നോ പറയാൻ അറിയത്തില്ല. അതാ നമ്മുടെയൊക്കെ പിള്ളേരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാ കഷ്ടപ്പാടൊന്നും അവന് കഴിയില്ല. റിസ്ക് ഉള്ള ഒറ്റ പരിപാടി അവന് പറ്റത്തില്ല. എല്ലാവർക്കും ഓസ്ട്രേലിയക്ക് പോകണം, എല്ലാവർക്കും കാനഡയ്ക്ക് പോകണം, എല്ലാവർക്കും അമേരിക്കയ്ക്ക് പോകണം. കാരണം എന്നാ, അവിടെ ജോലി കിട്ടിയാൽ ഇവിടെ കിട്ടുന്നതിന്റെ 10 ഇരട്ടി കിട്ടും. അവന് സുഖകരമായ ജീവിതം. അല്ലാതെ നാട്ടിൽ തന്നെ നിന്ന് ചെറു റിസ്ക് എടുത്ത് ഒരു ജോലി കണ്ടുപിടിക്കാനോ അധ്വാനിക്കാനോ നിൽക്കാനോ ഒന്നും കത്തോലിക്കനെ ഇപ്പൊ കിട്ടുന്നില്ല. കത്തോലിക്കനെ ഏറ്റവും സേഫ് ആയിട്ടുള്ള പരിപാടികൾ തേടി പോവുകയാണ്. നിങ്ങൾ ഈ കൺവെൻഷന് വന്നത് തന്നെ ചിലരൊക്കെ ഓസ്ട്രേലിയക്ക് പോകാനുള്ള ആഗ്രഹത്തോടുകൂടി ആയിരിക്കാം. അതിനൊന്നും പിതാവ് തടസ്സമല്ല. എല്ലാം കർത്താവ് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അധ്വാനത്തിന്റെ അനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പരിത്യാഗത്തിന്റെ അനുഭവം പ്രധാനപ്പെട്ടതാണ്. പരിത്യാഗം അഭ്യസിക്കാനുള്ള വഴികളാണ് പ്രിയപ്പെട്ടവരെ നോമ്പ് കാലം. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഇന്നലെ പറന്നു വീണ കുഞ്ഞു മുതൽ സർവ്വരും നോമ്പ് നോക്കണം എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കണം. വെള്ളിയാഴ്ചയൊക്കെ ഉപവസിക്കണം. എന്നിട്ട് ഉപവസിച്ചിട്ട് മാത്രം പോരാ, അന്ന് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന തുക എടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി ആ വിശപ്പിനും രോഗത്തിനും എതിരെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഒരു പെട്ടി കാണും, അതിനകത്ത് കൊണ്ട് ഇടണം. അത് ആർക്കെങ്കിലും കൊടുക്കണം. എന്നാലേ അതിന്റെ ഗുണമുള്ളൂ. അല്ലാതെ നിങ്ങൾ പട്ടിണി കിടന്നും പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്നില്ല. നിങ്ങൾ പട്ടിണി കിടന്ന് സമ്പാദിക്കുന്ന തുക കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് ആ ഒരു പരിത്യാഗത്തിന്റെ അനുഭവം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.